US സാമ്പത്തിക ഡാറ്റ ഇന്ന് പുറത്തുവിടും. US സമ്പദ്വ്യവസ്ഥയുടെ ആരോഗ്യം വിലയിരുത്താൻ നിരീക്ഷകരും നിക്ഷേപകരും ഉറ്റുനോക്കുന്ന 3 പ്രധാന സാമ്പത്തിക ഡാറ്റകൾ ഇന്ന് പുറത്തിറങ്ങും. തൊഴിൽ മാർക്കറ്റിന്റെ ട്രെൻഡും ഉൽപ്പാദനക്ഷമതയും നിർമ്മാണ മേഖലയിലെ ചെലവും ഫെഡറൽ റിസർവിന്റെ പലിശ നയത്തെയും ലോക മാർക്കറ്റുകളെയും സാരമായി ബാധിക്കുമെന്നാണ് കരുതുന്നത്. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ. ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് മെയ് 2 വരെയുള്ള ആഴ്ച. കഴിഞ്ഞ ആഴ്ച 1,89,000 ആയിരുന്ന തൊഴിലില്ലായ്മ ക്ലെയിമുകൾ ഇത്തവണ 2,05,000 മുതൽ 2,18,000 വരെ പ്രതീക്ഷിക്കുന്നു. തൊഴിൽ മാർക്കറ്റ് ദുർബലമാവുകയാണോ എന്നതിന്റെ പ്രധാന സൂചനയായിരിക്കും ഈ നമ്പർ. ഉയർന്ന ക്ലെയിമുകൾ ഫെഡിന് റേറ്റ് കട്ട് ചെയ്യാൻ സമ്മർദ്ദമുണ്ടാക്കാം. അതേസമയം തന്നെ നോൺ ഫാം പ്രൊഡക്ടിവിറ്റി Q1 പ്രിലിമിനറി ആൻഡ് യൂണിറ്റ് ലേബർ കോസ്റ്റ്സ് ഒന്നാം പാദത്തിലെ തൊഴിൽ ഉൽപ്പാദനക്ഷമത 1.4 മുതൽ 2 വരെ % വളർച്ച പ്രതീക്ഷിക്കുന്നു. യൂണിറ്റ് ലേബർ കോസ്റ്റുകൾ ഉയർന്നാൽ ഇൻഫ്ലേഷൻ പ്രഷർ തുടരുന്നതിന്റെ സൂചനയാകും. AI യുഗത്തിലെ ഉൽപ്പാദനക്ഷമത വർധനവിന്റെ ആദ്യ സൂചനകളും ഈ ഡാറ്റയിൽ പ്രതിഫലിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. കൺസ്ട്രക്ഷൻ സ്പെൻഡിംഗ് ഫെബ്രുവരി ആൻഡ് മാർച്ച് 2026. കാലതാമസം നേരിട്ട ഈ റിപ്പോർട്ടിൽ ഹൗസിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ ചെലവുകളുടെ മിതമായ വളർച്ച 0.1 മുതൽ 0.3 വരെ % പ്രതീക്ഷിക്കുന്നു. സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാന ശക്തി വിലയിരുത്താൻ സഹായകമാകുന്ന ഡാറ്റയാണിത്. മാർക്കറ്റ് പ്രതികരണം. ഈ ഡാറ്റകൾ US ഡോളർ, ബോണ്ട് ഈൽഡുകൾ, സ്റ്റോക്ക് ഫ്യൂച്ചറുകൾ എന്നിവയെ തൽക്ഷണം സ്വാധീനിക്കും. പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ ഡാറ്റയും പ്രൊഡക്ടിവിറ്റിയും ഫെഡ് നയത്തിന്റെ ദിശ നിർണ്ണയിക്കാൻ നിർണായകമാകും. ഇന്നത്തെ ഈ ഡാറ്റകൾ ലോകമെമ്പാടുമുള്ള നിക്ഷേപകരുടെ ശ്രദ്ധയാകർഷിക്കും. ഫലങ്ങൾക്ക് ശേഷം മാർക്കറ്റ് പ്രതികരണം ശ്രദ്ധിക്കുക. ബിസിനസ് ന്യൂസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കുറിക്കുക. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ, ബുക്കർമാൻ ബിസിനസ് ന്യൂസ്. വീണ്ടും നാളെ രാവിലെ 7:30 കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ.